Hello guys, welcome back to our channel. This is me with Mallu episode. My dear മുത്തുമണികളെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നറൂട്ടോ കുട്ടപ്പന്റെ നയൻ ടെയിൽ പവർ പുറത്തു വരുന്നതാണ്. നയൻ ടെയിൽ ഫോക്സിന്റെ പവർ കിട്ടിയ നമ്മുടെ നറൂട്ടോ കുട്ടപ്പന്റെ കാട്ടിക്കൂട്ടലുകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഈ ഒരു പവർ നറൂട്ടോ കുട്ടപ്പൻ എപ്രകാരം ഉപയോഗിക്കുന്നു എന്ന് കാണണമെങ്കിൽ കൂട്ടുകാർ ഈ എപ്പിസോഡ് തുടക്കം മുതൽ അവസാനം വരെ കാണണം. അപ്പോ എന്റെ കൂട്ടുകാരെല്ലാവരും ഓടിവായോ, നമുക്ക് വേഗം തന്നെ കഥയിൽ കിടന്നെല്ലാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നറൂട്ടോ കുട്ടപ്പൻ അറഞ്ചം പൊറഞ്ചൻ ജിപ്സ് ഉപയോഗിച്ചുകൊണ്ട് തവളകളെയും മാക്കറുകളെയും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനമായിട്ട് യുഗങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഒരു കുഞ്ഞി തവളേനെ അവനുണ്ടാക്കും. നറൂട്ടോ കുട്ടപ്പന്റെ കളി കണ്ട് നമ്മുടെ അപ്പാപ്പന് ദേഷ്യം വന്ന് വിഷമിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താല് മുൻപ് ഹൊക്കാഗെ ആയിരുന്നവരുടെ പ്രതിമകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ ഹൊക്കാഗെ. അപ്പൊ കറക്റ്റായിട്ട് അവിടേക്ക് ഹങ്ക് വന്നിട്ട് ഹൊക്കാഗയുടെ അടുത്ത് സോറി പറയും. അവൻ ഒറോച്ചിമാറുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഇപ്പൊ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി ഹങ്കും ഒറോച്ചിമാറുവിന്റെ ടീം ആയിരിക്കുമോ എന്ന് മീറ്റിംഗിൽ പറഞ്ഞ കാര്യം നമ്മുടെ ഹൊക്കാഗെ ഒന്ന് ആലോചിക്കും. ഹൊക്കാഗെ അവൻ സോറി പറയുമ്പോ വലിയ മൈൻഡൊന്നും കാണിക്കൂല. ആക്ച്വലി ഹൊക്കാഗയ്ക്ക് ഇവന്റെ മേലെ ഒരുപാട് വിശ്വാസമാണ്. ഒറോച്ചിമാറും ഹങ്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലാന്ന്. ഇനി എങ്ങാനും ഇവർ തമ്മിൽ ബന്ധമുണ്ടോ എന്ന് ഒരിക്കൽ കൂടെ നമ്മുടെ മൂത്ത ആശാൻ ആലോചിക്കും. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ലീഫ് വില്ലേജിലുള്ള ഒരാൾക്ക് പോലും ഒറോച്ചിമാറുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിനൊരേ ഒരാൾക്കേ കഴിയൂ, ഹൊക്കാഗയ്ക്ക് മാത്രം. ഈ ഒരു സമയത്താണ് ശരിക്കും ഫോർത്ത് ഹൊക്കാഗെ നമ്മൾ മിസ് ചെയ്യുന്നതെന്ന് ഹങ്കു പറയുമ്പോ നമ്മുടെ ഹൊക്കാഗെ ചെറുതായിട്ടൊന്നും നാണംകെടും. അതൊന്നും പറഞ്ഞിട്ട് ഇപ്പൊ യാതൊരു കാര്യവുമില്ല. 13 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധത്തില് ആളിവിടം വിട്ടുപോയി. സോ ഇനി എങ്ങനെയെങ്കിലും എന്റെ പവർ എൻലാർജ് ചെയ്ത് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഇപ്പോഴത്തെ ഹൊക്കാഗെ പറയും. എന്തായാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെയായ സ്ഥിതിക്ക് ഞാൻ കുറച്ചു നേരം കാറ്റ് കൊണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ഹൊക്കാഗെ പുറത്തേക്ക് പോകും. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് നിന്റെ ഇല്ലാത്ത ബുദ്ധി പൊണ്ണു പിടിപ്പിക്കരുതെന്ന് അവനൊരു ഉപദേശവും കൊടുക്കും. കട്ട് ചെയ്താല് ബോധം പോയ കുട്ടപ്പന്റെ മോന്തയ്ക്ക് ഒരുപാട് വെള്ളം കോരി ഒഴിക്കുകയാണ് നമ്മുടെ വെള്ളമുടിയൻ അമ്മാവൻ. കുട്ടപ്പൻ പ്രാക്ടീസ് തുടങ്ങിയിട്ട് ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞു. ഇതുവരെ യാതൊരു പ്രോഗ്രസ്സും ഇല്ല. നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ടും നിന്റെ എനർജി കൊണ്ട് നിനക്ക് വെറും മാക്കർ കുഞ്ഞുങ്ങളെ മാത്രമാണ് സൃഷ്ടിക്കാൻ സാധിച്ചത്. ഇതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. വെറുതെ എന്റെ സമയം കളയാന്നല്ലാണ്ട് വെറുതെ ഇരിക്കുകയാണെങ്കിൽ പോയി തൂങ്ങിച്ചത്തൂടെ എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന് നറൂട്ടോ കുട്ടപ്പനാവട്ടെ, ഞാൻ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തീർച്ചയായിട്ടും ഈ ജിപ്സു ഞാൻ ചെയ്യുമെന്ന് പറയും. നമ്മുടെ അമ്മാവന്റെ ആവശ്യവും എങ്ങനെയെങ്കിലും ആ ഒരു ജിപ്സു അവനെ കൊണ്ട് ചെയ്യിക്കുക എന്നത് തന്നെയാണ്. അവൻ മരിക്കാൻ പോകുന്ന ഘട്ടത്തിൽ മാത്രമേ ആ ഒരു പവർ പുറത്തു വരുള്ളൂ. കറക്റ്റായിട്ട് അവന്റെ പവറും എനർജിയും പുറത്തു വന്നാൽ സൂപ്പർ ചക്രാസ് തീർച്ചയായിട്ടും വർക്കൗട്ട് ആകുമെന്ന് നമ്മുടെ മുടിയനമ്മാവൻ അറിയാം. നീ ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ജിപ്സു ചെയ്ത് ഏകദേശം എന്റെ മയ്യത്തെടുക്കാറായി. എന്തെങ്കിലും ഒരു ട്രിക്ക് നീ പറഞ്ഞു തായോ എന്ന് കുട്ടപ്പൻ ചോദിക്കുമ്പോൾ ട്രിക്കോ? ഒരു ട്രിക്ക് ഉണ്ട്, പക്ഷെ നിന്റെ ജീവന് അത് ആപത്താണെന്ന് മാമൻ പറയും. തമാശയല്ല, കാര്യമായിട്ടും വലിയ റിസ്ക് നീ ഏറ്റെടുക്കേണ്ടി വരുന്നു പറയുമ്പോൾ കുട്ടപ്പനാവട്ടെ വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട, എന്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു റിസ്ക് ആണ്. റിസ്ക് തിന്നും പോലെ ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്തോളാന്ന് പറഞ്ഞ് അമ്മാവന്റെ അടുത്ത് കാര്യം തിരക്കും. ഓക്കെ ഫോളോ മീ എന്നും പറഞ്ഞ് അമ്മാവനവനെ കൂട്ടിക്കൊണ്ട് കഥയുടെ തുടക്കത്തില് നമ്മൾ കണ്ട കുളിമുറിയിലേക്ക് തന്നെ വരും. നിങ്ങൾ പിന്നെയും കുളിസീൻ നോക്കി അടി മേടിക്കാൻ വേണ്ടിയിട്ടാണോ എന്നെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് നറൂട്ടോ കുട്ടപ്പൻ ചോദിക്കുമ്പോ ഏയ് നോ, ഈ ഒരു ജിപ്സ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ വളരെയധികം ക്ലീൻ ആൻഡ് പ്യൂർ ആയിരിക്കണം. അതുകൊണ്ട് നല്ല അടിപൊളി ഒരു ഹോട്ട് ബാത്ത് എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെ കിടന്ന് അവർ അർമ്മതിച്ച് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പൊ നമ്മുടെ ബോഡി ഫ്രഷ് ആയി. ഇനി വയറും കൂടെ ഫിൽ ആവണമെന്നും പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പന് ഇഷ്ടപ്പെട്ട നൂഡിൽസ് ഒക്കെ വാങ്ങിക്കൊടുക്കും. ഇങ്ങനത്തെ പ്രാക്ടീസ് ആണെങ്കിൽ എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. സംഗതി ഉഷാറായിട്ടുണ്ടെന്ന് കുട്ടപ്പൻ പറയും. യെസ് പവർ വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് വാരി വലിച്ച് തിന്നോന്ന് പറയുമ്പോ പിന്നെ നറൂട്ടോ ഒന്നും നോക്കൂല. മോക്കുമുട്ട തിന്ന് വലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അമ്മാവന്റെ സ്ഥാനത്ത് ഒരു തവളയുടെ ബൊമ്മ തല ചുറ്റി പൊന്നീച്ച പറന്ന് അവിടെ കുത്തിയിരിക്കുകയാണ് കുട്ടപ്പൻ. കാരണം ഈ ബില്ല് കൊടുക്കാൻ അവന്റെ കയ്യിൽ കാശില്ല. അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ചില്ലറ പൈസ മുഴുവൻ വാരിക്കൂട്ടി 2 അരി ആട്ടിക്കൊടുത്ത് പാവം കുട്ടപ്പൻ ക്ഷീണിച്ച് പുറത്തിറങ്ങി വരുമ്പോ അമ്മാവൻ മുമ്പിൽ വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഫുഡൊക്കെ, അടിപൊളിയായിരുന്നില്ലേ? കലി കയറി നറൂട്ടോ കുട്ടപ്പനാവട്ടെ അമ്മാവനെ പച്ചയ്ക്ക് 5-6 തെറി വിളിക്കും. ആദ്യമായിട്ടാണ് എന്റെ കൈ കൊണ്ട് ബില്ല് കൊടുക്കുന്നത്, നീ വെറും ദുഷ്ടനാണെന്നും പറഞ്ഞ് നറൂട്ടോ മുടിയൻ അമ്മാവനെ അടിച്ചുകൊണ്ടേയിരിക്കുമ്പോ
നറൂട്ടോ കുട്ടപ്പ നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പെങ്കൊച്ചുണ്ടോ എന്ന് അവന്റെ അടുത്ത് ചോദിക്കും. നമ്മുടെ ആൾക്ക് നാണമൊക്കെ വന്ന് കളമൊക്കെ വരച്ച് അവന്റെ മനസ്സിലെ സാക്കുറ പെണ്ണിനെ ഒന്ന് ആലോചിക്കും. അത് പിന്നെ സാക്കുറ എന്ന് കുട്ടപ്പൻ പറയുമ്പോ നീ ഓടിപ്പോയിട്ട് അവളെ ഒന്ന് കെട്ടിപ്പിടിക്കാനായിട്ട് നമ്മുടെ അമ്മാവും പറയും. വാട്ട്, കെട്ടിപ്പിടിക്കാനോ? അവൾ എന്നെ കാലേ വാരി അടിക്കുന്നു പറയുമ്പോ ഇതും ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമാണ്, ഇത് ചെയ്താല് എല്ലാം സെറ്റാണെന്ന് നമ്മുടെ അമ്മാവും പറയുമ്പോ നറൂട്ടോ കുട്ടപ്പന് എവിടുന്നോ ഒരു ആവേശം കയറും. സാക്കുറെ എങ്ങനെയെങ്കിലും കറക്കി വീഴ്ത്തണം എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് ഒരു കാട്ടിൽ പോയി സാക്കുറ എനിക്ക് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കുട്ടപ്പൻ വെള്ളം കുടിക്കുമ്പോ നിനക്കെന്താ പറ്റിയേ? പൈസ വല്ലതും വേണോ? ദൈവത്തെ ഓർത്ത് ചോദിക്കരുത്, എന്റെ കയ്യില് 5 പൈസ ഇല്ലാന്ന് അവള് പറയും. നോ, അതൊന്നും അല്ലാന്ന് പറഞ്ഞ് നമ്മുടെ കുട്ടപ്പൻ വീണ്ടും ചില കാര്യങ്ങൾ ആലോചിക്കും. എങ്ങനെയെങ്കിലും ചുളുവിലെ കാര്യം സാധിക്കണം എന്നവൻ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോ അതിന് സാക്കുറ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ പോവാണെന്ന് പറഞ്ഞ് പോവാൻ ശ്രമിക്കുമ്പോ അവളുടെ കാല് വഴുതി ഒന്ന് വീഴാൻ നോക്കും. വാവ്, ഇത് തന്നെ ചാൻസ് എന്നും പറഞ്ഞ് നറൂട്ടോ കുട്ടപ്പൻ അവളെ കയറി പിടിക്കാൻ പോകുമ്പോ നമ്മുടെ പെങ്കൊച്ചിന് കാര്യം മനസ്സിലാവും. സാക്കുറ അവന്റെ കൈ തട്ടി മാറ്റി അവനെ അട്ടിക്കാനായിട്ട് കൈ ഓങ്ങും. ആദ്യത്തെ അടിയില് നറൂട്ടോ കുട്ടപ്പൻ എസ്കേപ്പ് ആവുമെങ്കിലും രണ്ടാമത്തെ കറക്കി അടിയില് തെറിച്ചു പോയി മോന്ത അടിച്ച് വീഴും. പ്രാക്ടീസിലെ ഇതൊക്കെ സർവ്വസാധാരണമാണെന്നും പറഞ്ഞ് നമ്മുടെ അമ്മാവനാവട്ടെ പാവൻ നറൂട്ടോ കുട്ടപ്പനെയും കൂട്ടിക്കൊണ്ടു പോകും. കിട്ടേണ്ടത് കിട്ടി, ഇനിയെങ്കിലും എനിക്ക് വലിയ തവളേനെ കിട്ടുമെന്ന് കുട്ടപ്പൻ ചോദിക്കും. ഓഫ് കോഴ്സ്, ഡോണ്ട് വറി, പക്ഷെ നീ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കടമ ബാക്കിയുണ്ടോന്ന് അമ്മാവൻ ചോദിക്കുമ്പോ 1 മിനിറ്റ് സ്റ്റെക്കായിട്ട് നറൂട്ടോ കുട്ടപ്പൻ ഒന്ന് ആലോചിക്കും. ആ സമയത്ത് കറക്റ്റായിട്ട് അവന്റെ വയറ്റില് ഒരൊറ്റ ഇടി. ബോധം പോയി നറൂട്ടോ കുട്ടപ്പൻ നിലത്ത് കിടക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവന്റെ പവർ പുറത്തു കൊണ്ടുവരണം. നറൂട്ടോ കുട്ടപ്പന്റെ ബോഡി വെസൽസ് വളരെ ചെറുതായതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് ആ ഒരു 9 ടൈൽസ് പവർ പുറത്തെടുക്കാൻ സാധിക്കാത്തത്. അഥവാ ആ പവർ പുറത്തു വന്നാല് അതവന്റെ ബോഡിക്ക് അത്ര പെട്ടെന്ന് താങ്ങാൻ സാധിക്കില്ല. അസഹനീയമായ വേദന അവൻ സഹിക്കേണ്ടി വരുമെന്നും നമ്മുടെ അമ്മാവൻ അറിയാം. പോകുന്ന വഴിക്ക് 4th ഹൊക്കാഗയുടെ പ്രതിമയെ നോക്കി ഇതല്ലാതെ വേറൊരു വഴിയില്ലാന്ന് നമ്മുടെ അമ്മാവൻ പറയും. കാട്ടിലെ കുട്ടപ്പനെ വലിച്ചെറിയുമ്പോ അവിടെ എവിടെയോ തലമുട്ടി അവന് ബോധം വീഴും. ഞാൻ നിങ്ങളോട് ഒന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാണ് എന്നെ അടിച്ച് ബോധം കെടുത്തിയെന്ന് ചോദിക്കുമ്പോ നീ മരിക്കാൻ തയ്യാറായിക്കൊള്ളൂ, എത്രയും പെട്ടെന്ന് ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. നീ മരിക്കുന്ന ഘട്ടമെത്തിയാൽ മാത്രമേ നിന്റെ ഉള്ളിലെ പവർ പുറത്തു വരുള്ളൂ, അതുകൊണ്ട് തീർച്ചയായിട്ടും നീ തയ്യാറെടുത്തോന്ന് പറയുമ്പോ കുട്ടപ്പൻ ഞെട്ടിപ്പോവും. എന്ന് പറഞ്ഞ് കുട്ടപ്പൻ അലറുമ്പോഴേക്കും നമ്മുടെ ആളാവട്ടെ അവന്റെ നെറ്റിയിൽ വിരൽ ചെറുതായിട്ടും തൊടും. പറന്നുപോയി തെറിച്ചു വലിയൊരു പാറയുടെ മേലെ നിന്ന് താഴേക്ക് വീഴുമ്പോ കുട്ടപ്പന് മനസ്സിലാവും ആ പവറിന് നമ്മുടെ ആളെ രക്ഷിക്കാൻ സാധിക്കില്ല. പാറ വഴുവഴുപ്പുള്ളതായതുകൊണ്ട് തന്നെ എവിടെയൊക്കെ പിടിച്ചിട്ടും അവൻ തെന്നി താഴേക്ക് തന്നെ പോവും. പൊക്കിയും ഒക്കെ നോക്കുമെങ്കിലും അവനെ കൊണ്ട് കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് നിന്റെ സമയം, കമോൺ 9 ടൈൽ ഫോക്സിന്റെ പവർ പുറത്തെടുക്ക്, നിന്നെ കൊണ്ടാവും എന്നൊക്കെ അമ്മാവൻ അവിടെ ഇരുന്ന് പറയെങ്കിലും കുട്ടപ്പനെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല. ഇനിയും എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും എന്റെ ജീവൻ നഷ്ടപ്പെടുന്നു മനസ്സിലാക്കിയ നറൂട്ടോയ്ക്ക് ചെറുതായിട്ട് പേടിയും വിഷമമൊക്കെ കയറി വരാൻ ആരംഭിക്കും. കട്ട് ചെയ്താല് ഇറൂക്ക സെൻസായി ഒരുപാട് പീക്കിരി പിള്ളേർക്ക് ബാലപാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. ഒക്കാഗമാരുടെ പ്രതിമകളൊക്കെ കാണിച്ചു കൊടുത്ത് അവരുടെ പേരുകളും ഡീറ്റെയിൽസും അതിസാഹസികമായ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കൊനഹമാരുവിന് അവന്റെ അപ്പാപ്പന്റെ രൂപം കാണുമ്പോൾ ചിരി വരും. കാരണം നേരിട്ട് കാണുന്നതും പ്രതിമയിൽ കാണുന്നതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ വേറൊരു കുട്ടപ്പൻ 5ാമത്തെ ഹൊക്കാഗെ അതാരാണെന്ന് ചോദിക്കുമ്പോ അത് വേറെ ആരുമല്ല ഞാൻ തന്നെയാണെന്ന് ഇറൂക്ക ഇളിച്ചോണ്ട് പറയും. ആഹാ കൊള്ളാലോടാ, നീ പിള്ളേരുടെ അടുത്തും തള്ളിക്കൊണ്ടിരിക്കുകയാണെന്ന് റിയൽ ഹൊക്കാഗ വന്ന് ചോദിക്കുമ്പോ നമ്മുടെ മാസ്റ്ററുടെ 2 കിളി പറന്നു. ഉടനെ കൊനഹമാരു പയ്യൻ ചാടി എഴുന്നേറ്റ് അല്ല കളവ നീ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ഹൊക്കാഗയുടെ അടുത്ത് ചോദിക്കും. ആള് പേരക്കുഞ്ഞായതുകൊണ്ട് തന്നെ സഹിക്കല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ, ഞാനും ചുമ്മാ വന്നതാണ് ഈ ഹൊക്കാഗമാരെയൊക്കെ ഒന്ന് കാണാനെന്ന് നമ്മുടെ ഹൊക്കാഗ പറയും. സാറ് വന്നത് വളരെ നന്നായി, ഇദ്ദേഹമാണ് 3rd ഹൊക്കാഗെ. ഈ മലയിൽ കാണുന്ന 3ാമത്തെ മുഖം ഇദ്ദേഹത്തിന്റെയാണ്. അത് മാത്രമല്ല മുൻപുണ്ടായിരുന്ന ഹൊക്കാഗേസിന്റെ ഒക്കെ തന്നെ ട്രെയിനറും നമ്മുടെ ഈ ഹൊക്കാഗെ ആണെന്ന് ഇറൂക്ക പറയും. ഈ കളവൻ ഇത്ര വലിയ സംഭവമാണോ?
കണ്ടാലും മതി ഒരു ഊത്തിനില്ലല്ലോ എന്ന് പിള്ളേര് കളിയാക്കുമ്പോ കൊനഹമാര് കുട്ടപ്പന് അത് തീരെ പിടിക്കില്ല. ഇറൂക്കയ്ക്ക് കലി വന്ന് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പറയും, ഒരു സ്ഥലത്തെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളെയാണ് അവിടുത്തെ ഹൊക്കാഗെ ആക്കുക, അങ്ങനെ ഒരാളെ കളിയാക്കാൻ പാടില്ല എന്ന് കൂടെ ഇറൂക്ക പറയും. അപ്പൊ വേറൊരു കുരുത്തം കെട്ട കുട്ടപ്പൻ എഴുന്നേറ്റ് നിന്ന് അപ്പൊ അടുത്ത 5ാമത്തെ ഹൊക്കാഗെ ഞാനായിരിക്കും. കാരണം ഇപ്പൊ ഉള്ളതിൽ വെച്ച് ഏറ്റവും പവർഫുള്ളും ചുന്ദരനും ഞാനാണെന്ന് അവൻ പറയുമ്പോ ആദ്യം നീ തോറ്റുപോയ എക്സാം എഴുതിയെടുക്കാനായിട്ട് നമ്മുടെ സാറ് പറയും. എല്ലാരും പൊട്ടിച്ചിരിക്കുമ്പോ നമ്മുടെ ഹൊക്കാഗെ ആവട്ടെ, എനിക്ക് നിങ്ങളെ ഓർത്ത് അഭിമാനമാണ്. തീർച്ചയായിട്ടും നിങ്ങളിൽ ഒരാൾ തന്നെയായിരിക്കും അടുത്ത ഹൊക്കാഗെ. ഡേഞ്ചർ ആയിട്ടുള്ള വഴി തിരഞ്ഞെടുക്കുക, ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുക, ഡു ഓർ ഡൈ എന്നൊക്കെ പറഞ്ഞു വലിയ പ്രഭാഷണമൊക്കെ കാഴ്ചവെക്കാണ് നമ്മുടെ ഹൊക്കാഗെ. വീണ്ടും കൊച്ചു കൊച്ചു കുട്ടപ്പന്മാരും കുട്ടപ്പിമാരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചിരിച്ചു കളിച്ച് സംസാരിക്കുമ്പോൾ ഒരു കുട്ടപ്പി എണീറ്റ് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് എന്റെ പേരക്കുട്ടപ്പൻ കൊനഹമാരുവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് ഹൊക്കാഗെ പറയും. ഈ കുട്ടപ്പനെയും ചേർത്ത് എനിക്ക് നിങ്ങൾ എല്ലാവരെയും ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ ഇറൂക്ക സെൻസായും ബാക്കിയുള്ള കൊച്ചു കുട്ടപ്പന്മാരും ഒത്തിരി സ്നേഹത്തോടും ഭക്തിയോടും കൂടെ ഹൊക്കാഗെ നോക്കി നിൽക്കും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താല് കുട്ടപ്പൻ ഉരുണ്ട് വീണ് ഏതോ ഒരു ഗുഹയിൽ എത്തിയതുപോലെ അവന് തോന്നും. പതിയെ പതിയെ അവന്റെ ഉള്ളിലെ ആ ഒരു സൂപ്പർ ചക്ര തന്നെ റിലീസ് ആവാൻ തുടങ്ങും. അങ്ങ് ദൂരെയായി ഒരു ചെറിയ വാതില് നമ്മുടെ കുട്ടപ്പൻ കാണും. നടന്ന് അതിന്റെ അടുത്തേക്ക് എത്തുമ്പോ അത് സീൽ ചെയ്തായിട്ടും അവന് കാണപ്പെടും. ജയിലിന്റെ ഉള്ളിലായിട്ട് വലിയ 2 ഉണ്ടക്കണ്ണും ഒരു കോക്കാച്ചി തലേനെയും അവൻ കാണും. കുട്ടപ്പനെ ആ ഒരു ഭീകര സാധനം കൈകാട്ടി അവന്റെ അടുത്തേക്ക് വിളിക്കും. അത് വേറൊന്നിനുമല്ല, നമ്മുടെ കുട്ടപ്പനെ കശാപ്പാക്കിയിട്ട് സാപ്പിടാൻ. ഞാനാണ് നയൻ ടെയിൽ ഫോക്സ് എന്ന് പറയുമ്പോ കുട്ടപ്പൻ പേടിച്ചു വിറച്ച്, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്റെ ബോഡിയിൽ കഴിയുന്നതിന് വാടകയായിട്ട് കുറച്ച് പവർ തരാമോ എന്ന് അവന്റെ അടുത്ത് കുട്ടപ്പൻ ചോദിക്കും. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ ഇതെന്നോട് ചോദിക്കും, പക്ഷേ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാല് അതെന്നെയും ബാധിക്കും. അതുകൊണ്ട് നിനക്ക് ആവശ്യമായിട്ടുള്ള പവർ ഞാൻ തരാമെന്ന് പറഞ്ഞ് ഫോക്സ് അവന് പവർ കൊടുക്കും. ടക്കെന്ന് കണ്ണു തുറന്ന് ഇപ്പൊ സമരൻ ജിപ്സ് യൂസ് ചെയ്യാന്നും പറഞ്ഞ് കുട്ടപ്പൻ ഉപയോഗിക്കുന്ന അതേ സമയത്ത് പാറകൾ ഇടിഞ്ഞ് നമ്മുടെ കുട്ടപ്പന്റെ പവർ എല്ലാം തന്നെ പുറത്തേക്ക് വരും. ഇത് കണ്ട് ഹാപ്പിയായ അമ്മാവനാവട്ടെ സൂപ്പർ നറൂട്ടോ എന്ന് പറയുമ്പോ വലിയൊരു തവള തന്നെ അവിടെ പ്രത്യക്ഷമാവും. തവളയുടെ വായിലെ സ്ക്രോള് സൂം ചെയ്ത് കാണിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. സോ ഗായ്സ്, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.